ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ തൈരാണ് ഇന്ന് എടുത്തേക്കാം. തൈരും ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടിയാണ്, പക്ഷെ അതെന്താണെന്ന് ഞാൻ ഇപ്പം പറയൂല. ഓക്കെ, നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പം ഞാൻ ഇത് എന്താണ് ഐറ്റം എന്ന് പറയും. അപ്പോൾ തൈരും ഈ ഐറ്റം മാത്രമല്ല നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി. അപ്പം ഞാനിത് എന്താണ് സാധനമെന്ന് പറയാം. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ മാത്രം എന്നോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരൂല. രഹസ്യമാണ്, രഹസ്യം. ഓക്കെ, ഗൈസ് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തേച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത റിസൾട്ടാണ് കിട്ടിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ലായിട്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഹോം റെമഡീസ് അല്ലേ, ഹോം റെമഡീസ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത്ര ബ്രൈറ്റ് ആവും എന്ന് ഞാനും ആദ്യം വിചാരിച്ചിരുന്നു. നിങ്ങളെ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഹോം റെമഡീസ് തേച്ചിട്ട് വെളുക്കൂ ശരിക്കും എന്നൊക്കെ ഞാൻ ഓർത്ത്. പക്ഷെ നിങ്ങൾ ഒരു സാധനം ചെയ്യുമ്പോൾ ആ സാധനം ചെയ്തുകൊണ്ടേ ഇരിക്കാം. എന്നുവെച്ചാൽ ഇപ്പോൾ 1-2 ആഴ്ച ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ടൊന്നുമില്ല, ഓക്കെ അത് വേണ്ടാന്ന് വെച്ചിട്ട് കളയാണെങ്കിൽ റിസൾട്ട് കിട്ടത്തേ ഇല്ല. അപ്പോൾ ഇത് ഉണങ്ങണ വരെ ഞാൻ എന്തായാലും കുറച്ച് കഥ പറയാം എന്ന് വിചാരിച്ചു. ഗൈസ് ഇടുന്നതായിട്ടില്ലേ, എൻ്റെ തലയിൽ ഫുള്ളായിട്ടാണ്, പക്ഷെ ഇടുന്നതായിട്ടില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ചെയ്യണ്ട ഗൈസ്. നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഇപ്പോൾ ഒരു കുരു പോലും വരാതിരുന്ന എൻ്റെ സ്കിന്നായിരുന്നു. എൻ്റെ സ്കിന്ന് കണ്ട് എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ സ്കിന്നിൽ ഒരു കുരു പോലും വരില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരെണ്ണം വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ സ്കിന്ന് അങ്ങനെ ഇരുന്ന എൻ്റെ സ്കിന്ന് ഇങ്ങനെയായത് ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ വീഡിയോ ഇട്ടാക്കുക ഗൈസ്. എൻ്റെ സ്കിന്നാകെ കുളമായി. ഈ ഹോം റെമഡീസ് ഒരിക്കലും എന്താ ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിറം കിട്ടൂല എന്നല്ല ഞാൻ പറയണത്. അടിപൊളി റിസൾട്ടായിരിക്കും. ബട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൊരു സാധനം ചെയ്ത അപ്പം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പ്രത്യേകിച്ച് ഹോം റെമഡീസ് രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളം കുടിക്കാം, അതാണ് അത്യാവശ്യം. സ്കിന്നൊന്ന് ബ്രൈറ്റായി വരാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താണ് സ്കിൻ കെയർ ചെയ്യുക. സ്കിൻ കെയർ ചെയ്താൽ പകുതി മുക്കാലും പ്രശ്നങ്ങൾ മാറും. അപ്പം നിങ്ങൾ ചോദിക്കും സ്കിന്നിൽ ഇപ്പം തന്നെ കുരുവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പിമ്പിൾസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്നും ചെയ്യാൻ പറയില്ല. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.